വെയിറ്റ് ലോസ്, സ്കിൻ ട്രാൻസ്ഫോർമേഷൻ, ഗ്രൂമിങ്, സ്റ്റൈലിങ്, മേക്കപ്പ് ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ ആക്ച്വലി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ട്രാൻസ്ഫോർമേഷനിൽ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാനൊന്ന് പെട്ടെന്ന് ചുരുക്കി പറയാം. അതിൽ കീ പോയിന്റ്സ് ഉണ്ടാവും, അത് ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആകും. വെൽക്കം ബാക്ക് ടു വീനാസ് ഇന്നർ ചൈൽഡ്. ഞാൻ വീണ. പ്രൊഫഷൻ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സിന് വേണ്ടിയിട്ടോ പേഴ്സണൽ സ്റ്റൈലിംഗ് സർവീസസിന് വേണ്ടിയിട്ടോ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 30 days വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ ആക്ച്വലി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനം, നമ്മൾ ഒരു ഫുഡ് നമ്മളോട് കഴിക്കണ്ട എന്ന് പറയുമ്പോൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ക്രേവിങ് ഉണ്ടാവും. നാളെ മുതൽ നമ്മൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പം നാളത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് കിട്ടി, നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫുഡ് കിട്ടി, അല്ലെങ്കിൽ ഒരു ബിരിയാണി കിട്ടി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക, ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണല്ലോ, അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഹെവി ബിരിയാണിയാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അത് കൂടുതൽ കഴിക്കാൻ നോക്കും. അപ്പോൾ ആ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പരിപാടി പിറ്റേ ദിവസത്തേക്ക് മാറും. ഇതാണ് എപ്പോഴും എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം. അതായത് നമ്മൾക്ക് ഇനി ഒരിക്കലും അത് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു തോട്ട് വരും. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് കഴിക്കും, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് ഇത് കഴിക്കാൻ തോന്നും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫുഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്നത്തേക്കുമായിട്ട് നമ്മൾ ഒഴിവാക്കുകയാണ്, ഇനി ഒരിക്കലും കഴിക്കാൻ പറ്റില്ല എന്നൊരു തോട്ട് നമ്മൾ എപ്പോഴും ഒഴിവാക്കണം. ബിക്കോസ് നമുക്കത് കഴിക്കാൻ പറ്റും, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് സത്യത്തിൽ ഇല്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അത് ഇന്ന് കഴിക്കാം, നാളെ കഴിക്കാം, എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളതിന് കൺട്രോൾ ചെയ്യുകയാണ്. തൽക്കാലത്തേക്ക് നമ്മുടെ ബോഡി ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് നമ്മളത് ഒഴിവാക്കുന്നു. പിന്നീട് നമുക്കത് നമ്മൾ കുറച്ച് ശീലമായി കഴിഞ്ഞിട്ട് നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ 1-2 സ്പൂൺ കഴിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു 4 സ്പൂൺ കഴിക്കുന്നത് കൊണ്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് എന്താ പറയുക, ഒരു ബിരിയാണി കംപ്ലീറ്റ് ഫുള്ളായിട്ടൊക്കെ കഴിക്കേണ്ട ആവശ്യം. അതായത് പോർഷൻ കൺട്രോൾ ചെയ്യുക. എപ്പോഴും ഏത് ഫുഡും കഴിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പോർഷൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. എത്രയാണോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പകുതിയോ കാലോ മുക്കാലോ ഒക്കെ ആക്കിയിട്ട് മെല്ലെ 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 ആയിട്ട് പോർഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. അതും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ബോഡീനെ ചീറ്റ് ചെയ്യണം. അതാണ് ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ബോഡീനെ ചീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അപ്പം നമ്മൾ ബോഡീനെ ശീലിപ്പിക്കണം. ഇപ്പം നമ്മൾ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഒരു 1/4 സ്പൂൺ പഞ്ചസാരയാക്കി ആദ്യം അതിനെ മാറ്റണം. ഒരു ഗ്ലാസ് കാപ്പിയിൽ 1/4 സ്പൂൺ പഞ്ചസാര അങ്ങനെ ഇട്ട് ഒരാഴ്ച നമ്മുടെ ബോഡീനെ ശീലിപ്പിക്കണം. ഇതൊരു 1/4 സ്പൂൺ പഞ്ചസാരയുടെ ഡിഫറൻസ് ശരിക്കും ബോഡിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അങ്ങനെ ശീലിപ്പിച്ച് ഒരാഴ്ച ശീലിച്ച് കഴിയുമ്പോൾ ബോഡി ഓൾറെഡി ആ 1/4 സ്പൂൺ പഞ്ചസാരയിൽ അങ്ങോട്ട് സെറ്റാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഒരു 1/2 സ്പൂൺ പഞ്ചസാരയിലേക്ക് അത് മാറ്റണം. 1/2 സ്പൂൺ പഞ്ചസാര ആക്കിയിട്ട് അതൊരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ബോഡി അതുമായിട്ടും സെറ്റാവും. എന്നിട്ട് നമ്മൾ അടുത്തത് 1/4 സ്പൂണിലേക്ക് കൊണ്ടുവരണം. 1/4 സ്പൂൺ ആക്കി അതും ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ബോഡി നമ്മൾ മെല്ലെ 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 അഡ്ജസ്റ്റഡ് ആവുകയും ചെയ്യും. നമുക്കും ടേസ്റ്റ് വൈസ് ആ ടേസ്റ്റിലേക്ക് നമ്മൾ അഡ്ജസ്റ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് ലോങ് ടൈമിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഈ പറഞ്ഞ പോലെ ഷുഗർ ക്രേവിംഗ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളിപ്പോൾ വെയിറ്റ് കുറയ്ക്കാം, ഇപ്പം നാളെ മുതൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കാം, അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ ഡയറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താലാണ് ഈ ക്രേവിങ്സ് ഒക്കെ തിരിച്ചു വരിക. അപ്പോൾ ഇങ്ങനെ വേണം, ഇത് ഗ്രാജ്വലി വേണം കൊണ്ടുവരാൻ. ഇതിപ്പോൾ എല്ലാ ഫുഡിനും ആക്ച്വലി ബാധകമാണ്. എന്ത് ചെയ്യുമ്പോഴും നമുക്കത് എന്താണ് നമുക്ക് അതിനകത്തുള്ള ഡിഫിക്കൽട്ടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ഫുഡ് ഇത് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫുഡ് പെർട്ടിക്കുലർ ഫുഡ് ഒഴിവാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്താണ് അതിലെ പ്രശ്നം നമ്മളെപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ കുറേ നേരം ഗ്യാപ്പ് എടുക്കുന്നതാണോ ഫുഡ് കഴിക്കാൻ, അപ്പോൾ ക്രേവിങ് വരുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ആ ഗ്യാപ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ 3-4 നട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് ആ സമയത്തൊന്ന് ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള വിശപ്പ് വരില്ല, കുറേ കഴിക്കാൻ തോന്നില്ല. അങ്ങനെ ചെയ്യുക. നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ഡിഫിക്കൽട്ടിയാണ് നമ്മൾ അതിനകത്ത് ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണ് അതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ. ആ ഡിഫിക്കൽട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ടാക്കിൾ ചെയ്യാനുള്ള പരിപാടി നോക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ്, എല്ലാത്തിനും ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടാവും. നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല. അതിനെ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെ വേണം എന്നുള്ളത്, അതിനെ എന്ത് ചെയ്താൽ അത് ശരിയാക്കാമെന്ന് നോക്കിയിട്ട്
അത് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അപ്പം നമുക്ക് ആക്ച്വലി ഈ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് ഒരു ജേർണി പോലെ കൊണ്ടുപോകാൻ പറ്റും. നമുക്കതിൽ കോൺഫിഡൻസ് ഉണ്ടാവും, നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാവും. അതുപോലെ ഇതൊരു ലൈഫ് സ്റ്റൈലായി മാറുമ്പോൾ ഇത് എല്ലാ കാലത്തേക്കുമുള്ള നമ്മളുടെ ഒരു മേക്ക് ഓവറിനെ ഹെൽപ്പ് ചെയ്ത്. ഇനി ഈ വെയിറ്റ് ലോസ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റിൽ ഒന്ന്, അതായത് ബോഡിയുടെ ശരീരഭാരം കുറയുക എന്നുള്ളതിനപ്പുറം നമ്മൾ എടുക്കുന്ന ഡയറ്റൊക്കെ കൊണ്ട് നമ്മളുടെ സ്കിന്ന് ശരിക്കും ട്രാൻസ്ഫോം ആവും. വേറെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിനേക്കാളും ഇഫക്റ്റീവായിട്ട് സ്കിന്നിന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് ഹെൽത്തി ഡയറ്റിലൂടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ടോ വെയിറ്റ് ലോസ് ജേർണിയോ എന്ത് ചെയ്താലും അത് നമ്മളെ സ്കിന്നിനെയും കൂടി അഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ സ്കിന്ന് ശരിക്കും നന്നായിട്ട് റീടെക്സ്ചർ ചെയ്യും, സ്കിന്ന് യങ് ആവാൻ തുടങ്ങും, സ്കിന്നിലെ ഇഷ്യൂസ് കുറഞ്ഞു വരും. അങ്ങനത്തെ വലിയൊരു ഡിഫറൻസ് സ്കിന്നിനുണ്ടാവും. ഈ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റാവുന്ന ഒരു കാര്യം, നമ്മളുടെ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി വരികയാണെങ്കിൽ നമ്മളുടെ ഹെയർ ലോസ് സംഭവിക്കാം, അല്ലെങ്കിൽ സ്കിന്നിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് ചിലർക്ക് പറ്റുന്നൊരു ഡാർക്ക്നെസ് പോലെ, ഒരു ഡൾനെസ് പോലെയൊക്കെ വരാം. അപ്പം അത് ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും അഭാവം കൊണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ സി നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് ഉള്ളിൽ കഴിക്കാൻ നോക്കുക. അത് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അയണിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ്, അതിന് സപ്ലിമെൻറ്റ് ഇൻടേക്ക് എടുക്കാം. അതിൽ പ്രത്യേകിച്ച് ദോഷമൊന്നുമുള്ള കാര്യമല്ല. ബിക്കോസ് നമ്മൾ അത്രയും നന്നായിട്ട് അല്ലെങ്കിൽ നല്ല ഹെൽത്തി ഫുഡല്ല കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സപ്ലിമെൻറ്റ് ഇൻടേക്ക് എടുക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് പറയുന്നത്. ഓൾസോ നമ്മൾ സ്കിന്നിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, സൺസ്ക്രീൻ എന്ന് പറഞ്ഞൊരു കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴും പറയുന്നൊരു കാര്യം, സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. സൺസ്ക്രീൻ ഉപയോഗിക്കാൻ എന്തെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് തടസ്സമായിട്ട് നമുക്ക് പറയാം അത് ഇടുമ്പോൾ കുറച്ച് ഫേസ് കുറച്ച് ഡള്ളാവുന്ന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഫേസിൽ കുറച്ച് എന്താ പറയുക വൈറ്റ് കാസ്റ്റ് പോലെ വരുന്നു, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇഷ്യൂ എങ്കിൽ അത് സൺസ്ക്രീനിൻ്റെ പ്രശ്നമായിരിക്കും. ആ സൺസ്ക്രീൻ മാറ്റിയിട്ട് വേറൊരു സൺസ്ക്രീൻ ട്രൈ ചെയ്ത് നോക്കുക. മാർക്കറ്റിൽ ഒരുപാട് നല്ല സൺസ്ക്രീൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഒരു കാരണവശാൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അത് ഒരു എന്താ പറയുക, അത് സ്കിന്നിനെ മാറ്റുന്നത് എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾക്കത് എക്സ്പീരിയൻസിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ ഇത്രയും നാൾ അല്ലെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടും നമുക്ക് വരാവുന്ന സൺ ഡാമേജസ് ഒരുപാടുണ്ട്, സൺ സ്പോട്ട്സ് ഉണ്ടാവുന്നത്, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ സ്കിന്ന് കൺസേണിൽ നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ അതിനാണ് നമ്മൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ നയസിനമൈഡ് പോലെയുള്ള പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇതുവരെ സൺ ഡാമേജ് കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നങ്ങളെ അത് നന്നായിട്ട് കുറയ്ക്കും. ഇനി 30 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലെ കൊളാജനൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് സ്കിൻ കെയറിൽ ഒരു റെറ്റിനോളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതും ആക്ച്വലി ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. നിങ്ങളുടെ സ്കിന്നിനെ കുറേ നാളത്തേക്കൊക്കെ യങ് ആയിട്ട് വെക്കാൻ ഒരു പരിധി വരെയൊക്കെ റെറ്റിനോൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്കിന്നിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് സ്കിന്നിന് ഒരു ഡൾനെസ് ഉണ്ടാവും, സ്കിന്നിന് ചിലപ്പോൾ ബംസ് ഉണ്ടാവാം, സ്കിന്നിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവാം, ടെക്സ്ചേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉണ്ടാവാം, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാം. അങ്ങനെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മളുടെ ഫേസിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് നല്ലൊരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രസൻറ്റബിൾ ആയ ഒരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഐബ്രോസും ഹെയറും. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മറ്റുള്ള ഒരുവിധം ഫേസിലെ പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതായത് പെട്ടെന്നുള്ള ഒരു ലുക്കിൽ നമുക്ക് ഇത് കറക്റ്റായിട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐബ്രോസും നമ്മളുടെ ഹെയറും പെർഫെക്റ്റ് ആണെങ്കിൽ മറ്റതിലൊക്കെ ആൾക്കാർക്ക് അധികം ശ്രദ്ധ പോവില്ല. അവർ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിരിക്കും നമ്മളുടെ ഫേസിലേക്കും നമ്മളുടെ കണ്ണിലേക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രായമാവുന്നതനുസരിച്ചിട്ടൊക്കെ ഐബ്രോസ് ഒക്കെ ചിലപ്പോൾ നല്ല തിക്ക് ഐബ്രോസ് ഉണ്ടെങ്കിലും ഐബ്രോസ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് ഗ്യാപ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ഗ്യാപ്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഐബ്രോസ് ഒക്കെ ഒന്ന് ഗ്രൂംഡ് ആക്കി വെക്കുക. ഹെയർ ആണെങ്കിൽ എപ്പോഴും നന്നായിട്ട് ഗ്രൂം ചെയ്ത് വെക്കുക. അതായത് ഹെയറിൻ്റെ ഇഷ്യൂസിനെ പരിഹരിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും എടുക്കണം, സ്മൂത്തനിങ് എടുക്കണം, അല്ലെങ്കിൽ സിസ്റ്റീൻ എടുക്കണം, നാനോപ്ലാസ്റ്റ് അതൊന്നും എടുക്കണം എന്നല്ല പറയുന്നത്. അതല്ലാതെ തന്നെ ഹെയറിലൊരു നല്ല ഹെയർ കെയർ റുട്ടീൻ കൊണ്ടുവന്നാൽ തന്നെ, അതായത് നമ്മൾ നോർമലി ഷാംപൂ ചെയ്യുന്ന പോലെ, ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുന്ന പോലെ, പ്രോപ്പറായിട്ട് ഏത് തരം ചീപ്പ് യൂസ് ചെയ്യണം എന്നുള്ള അറിവ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഹെയർ എപ്പോഴും നല്ല ഗ്രൂംഡ് ആയിട്ടിരിക്കും. ഓൾസോ ഹെയറിൻ്റെ എപ്പോഴാണെങ്കിലും, അതായത് ഒരു 3 months ഒക്കെ കൂടുമ്പോൾ ഹെയർ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. അതായത് ലെങ്ത് കുറയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ലെങ്ത് കുറയ്ക്കണ്ട, പക്ഷെ ലെങ്ത് കുറയ്ക്കാതെ തന്നെ ട്രിം ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഹെയറിന് ഒരു ഫ്രഷ് ലുക്ക് കിട്ടും. ഇനി ഈ ഗ്രൂമിങ് ടിപ്സ് കൂടാണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏത് തരം ഡ്രസ്സ് ഇട്ടാലും
അതിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനും അതിനെ ഒന്ന് ഡൗൺ ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ് ആക്സസറീസ് എന്ന് പറയുന്നത്. ബിക്കോസ് ആക്സസറീസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റൈൽ അപ്പ് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഭയങ്കര ഓവർ പവറിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇടുകയാണെന്ന് വെച്ചോ, അതായത് ഭയങ്കര സീക്വൻസും അങ്ങനെയുള്ള എല്ലാ ജ്വല്ലറീസും ഒക്കെ പോലെയുള്ള അത്രയും ത്രെഡ് വർക്കും ഒക്കെയുള്ള ഒരു ഡ്രസ്സ് ഇടുകയാണെങ്കിൽ അതിന് കുറച്ച് മിനിമലൈസ്ഡ് ആയിട്ടുള്ളൊരു ജ്വല്ലറി കൊടുത്താൽ അതിനെ ഒന്ന്, അല്ലെങ്കിൽ ജ്വല്ലറീസ് ഇടാതിരുന്നാൽ അതിനെ ഒന്ന് സ്റ്റൈൽ ഡൗൺ ചെയ്യാൻ പറ്റും. ആ ഓവർ പവറിങ്ങിനെ ഒന്ന് നമുക്ക് മിനിമലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണെങ്കിൽ, അതായത് പ്രത്യേകിച്ച് അതിൻ്റെ വർക്കൊന്നുമില്ല, പ്രത്യേകിച്ച് സിലുവറ്റിന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഫാബ്രിക്കോ ഡ്രസ്സോ ഒക്കെ ആണെങ്കിൽ അതിന് നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ആക്സസറീസ് വെച്ചിട്ട് അതിനെ പെയർ ചെയ്യുകയാണെങ്കിൽ ആ ഡ്രസ്സ് ശരിക്കും സ്റ്റൈലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസും പാറ്റേൺസും ഒക്കെ. അതുപോലെ എന്തെങ്കിലും എംബലിഷ്മെൻ്റ് ഉണ്ടെങ്കിൽ എംബലിഷ്മെൻ്റ് ഒക്കെ കുറച്ച് ഒഴിവാക്കുക. എംബലിഷ്മെൻ്റ് എന്ന് ഉദ്ദേശിച്ചത് ഈ സീക്വൻസ് അല്ലെങ്കിൽ സ്റ്റോൺ വർക്ക് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കിയാൽ അത് കുറച്ചും കൂടി ചീപ്പായിട്ട് തോന്നുന്നതിൽ നിന്ന് ആ ഡ്രസ്സിനെ ഒന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചും കൂടി സോളിഡ് ആയിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്താൽ അത് നമ്മളുടെ സ്റ്റൈലിനെ മൊത്തത്തിലൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യും. പിന്നെ ഏതൊക്കെ കളേഴ്സ് നമുക്ക് സ്യൂട്ടാവും എന്നുള്ളതനുസരിച്ചും നമ്മളുടെ പേഴ്സണാലിറ്റീനെ ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ആക്ച്വലി ഈ കളേഴ്സിനെ പറ്റിയുള്ള ധാരണ ഉണ്ടാവണം, നമ്മളുടെ സ്കിൻ അണ്ടർടോണിനെ പറ്റിയുള്ള ധാരണ ഉണ്ടാവണം. കളർ തിയറി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഓരോ എന്താ പറയുക, ഈ കളർ പാലറ്റിലാണ് ഉള്ളത്. നമ്മൾക്ക് സ്യൂട്ടബിൾ ആയുള്ള കളർ പാലറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡ്രസ്സിങ്ങിൻ്റെ ഗെയിം ശരിക്കും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കളർ തിയറി കുറച്ച് കൺഫ്യൂസിങ് ഒക്കെയാണ്. അപ്പോൾ ഇതുവരെ അതിനെപ്പറ്റി അറിയാത്തവർക്ക് അങ്ങനത്തെ വല്ല കൺസൾട്ടേഷനും ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കളർ കൺസൾട്ടേഷനും എടുക്കാറുണ്ട്. എൻ്റെ വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിൽ ആക്ച്വലി ഞാൻ ട്രാൻസ്ഫോം ചെയ്ത് വന്നപ്പോൾ ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്സും ഇൻക്ലൂഡ് ചെയ്ത് ഗ്രൂമിങ്ങും സ്റ്റൈലിങ്ങും സ്കിൻ കെയറും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് അറിയാത്തത് കൊണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ ബോഡിയിൽ പരീക്ഷിച്ച് അതിന് ഓരോന്നും പല സമയത്തും അത് ഡിഫക്റ്റ് ആണെന്ന് മനസ്സിലായി, അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി, അത് ഒഴിവാക്കി, അങ്ങനെയൊക്കെയാണ് ഞാൻ പരീക്ഷണം നടത്തിയിട്ട് ചെയ്തു വന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആക്ച്വലി ടൈം എടുത്തത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആക്ച്വലി നിങ്ങളെ ശരിക്കും ഗൈഡ് ചെയ്യാൻ പറ്റും. അതായത് എത്ര ചുരുങ്ങിയ സമയത്ത് എത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം എന്നുള്ളതിന് എനിക്കിപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടെ നമുക്ക് ഫാസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അതായത് ഒരു 1 year ഒക്കെ എടുക്കുന്നൊരു കാര്യം നമുക്ക് ഒരു 6 monthsലാക്കാം, അതുപോലെ 3 monthsലാക്കാം. അങ്ങനെ നമുക്ക് അത്രയും ഫാസ്റ്റായിട്ട് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ബിക്കോസ് ഇത് പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് വേണം എന്നുള്ളത് കൊണ്ട് ആ ഗൈഡൻസ് ഇപ്പോൾ ആക്ച്വലി എനിക്ക് തരാൻ പറ്റും. എനിക്ക് ശരിക്കും ഈ 3 മാസം കൊണ്ട് എനിക്ക് വന്നത് വെയിറ്റ് ലോസിൻ്റെ കാര്യത്തിലായിരുന്നു ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ വന്നത്. അത് ഒരു 3 മാസം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 15 kg കുറഞ്ഞു. പിന്നെ ഞാൻ അത് നോട്ടീസ് ചെയ്തിട്ട് പോലും ഇല്ല അടുത്തൊരു 5 kg കുറഞ്ഞത്. അതിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ കുറഞ്ഞു. പിന്നീട് ആക്ച്വലി ചില സമയത്ത് ഞാൻ ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ബോഡി വെയിറ്റ് വെക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോലും അറിയാതെ തന്നെ ആ വെയിറ്റ് പോകാറുമുണ്ട് ആ മെഡിസിൻസ് ഒക്കെ നിർത്തുമ്പോൾ. അത് പക്ഷെ വളരെ സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ എനിക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ബോഡിയിൽ നമ്മൾ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കുന്നോ അതിനനുസരിച്ചിട്ട് ബോഡി റിയാക്ട് ചെയ്യും. ബോഡിയിൽ അത്രയും ചേഞ്ചസ് ഉണ്ടാവും. ഞാൻ ഈ പറയുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ഫിസിക്കൽ ചേഞ്ച് മാത്രമല്ല കേട്ടോ, ഇത് മെൻ്റലി ഉണ്ടാക്കുന്ന ചേഞ്ചാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ തുടങ്ങുമ്പോൾ ഒരുവിധപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനുള്ളവർ ആദ്യം പറയുന്നൊരു കാര്യം, അയ്യോ നിൻ്റെ മുഖം മാറിപ്പോയി, മുഖത്തിൻ്റെ ഷേപ്പ് മാറിപ്പോയി, നീ ഇപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചു പോയി, അല്ലെങ്കിൽ എന്താ പറയുക പണ്ടുണ്ടായിരുന്ന പോലെ അല്ല, കുറച്ച് കവിളൊക്കെ പോയി, ഇങ്ങനെയൊക്കെ ആയിരിക്കും ആദ്യം പറയുക. അത് കേട്ടിട്ട് നമ്മൾ അയ്യോ ശരിയാണല്ലോ നമ്മുടെയും ഫേസിൻ്റെ ഷേപ്പ് മാറിപ്പോയി, നമ്മൾ വല്ലാണ്ട് ക്ഷീണിച്ച പോലെയായി, നമുക്ക് പഴയ ഭംഗി ഉണ്ടാവില്ല എന്നായിരിക്കും എല്ലാവരും ആദ്യം വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. ബിക്കോസ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു രൂപം പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് മാത്രമാണത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലാണ് നമ്മുടെ ആദ്യത്തെ ചേഞ്ച് വരിക. ബോഡി കംപ്ലീറ്റ് വെയിറ്റ് ലോസ് വരുമ്പോൾ ആദ്യത്തെ ചേഞ്ച് ഫേസിനാണ് വരിക. വെയിറ്റ് ഗെയിൻ ചെയ്താലും ആദ്യത്തെ ചേഞ്ച് വരുന്നത് ഫേസിനാണ്. അപ്പോൾ അതാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അത് അവിടെ വെച്ച് നിർത്താൻ നോക്കരുത്. ബോഡി കംപ്ലീറ്റ് പിന്നീട് ട്രാൻസ്ഫോം ആവും. കംപ്ലീറ്റ് നമുക്ക് വേറൊരു പേഴ്സൺ ആയിട്ട് മാറി വരാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ചാച്ചാ, ബൈ, ലവ് യു.